ക്രിസ്ത്യാനികൾ ടാറ്റു കുത്തണോ? ബൈബിൾ ടാറ്റുയെക്കുറിച്ച് പറയുന്നതും ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന സത്യം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ടാറ്റുകൾ കൂടുതൽ പ്രചാരത്തിലുണ്ട്. സമീപ വർഷങ്ങളിൽ ടാറ്റു ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ടാറ്റുകൾ ഇപ്പോൾ കുറ്റവാളികൾക്കോ മത്സരികൾക്കോ മാത്രമുള്ളതല്ല. ചരിത്രപരമായി ടാറ്റുകളുമായി ബന്ധപ്പെട്ട് കലാപത്തിന്റെ തീവ്രത കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള ഒരു വിശ്വാസി ടാറ്റു കുത്തണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് പുതിയ നിയമം ഒന്നും പറയുന്നില്ല. അതിനാൽ ടാറ്റു കുത്തുന്നത് പാപമാണെന്ന് നമുക്ക് പറയാനാവില്ല. തിരുവെഴുത്തുകളുടെ നിശബ്ദത കാരണം മഷി പുരട്ടുന്നത് ഒരു ചാരനിറത്തിലുള്ള പ്രദേശം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. വ്യത്യസ്ത ബോധ്യങ്ങളുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് വിശ്വാസികൾ ഈ വിഷയത്തിൽ അവരുടെ ബോധ്യങ്ങൾ പിന്തുടരണം. ടാറ്റു കുത്തുന്നതിന് ബാധകമായേക്കാവുന്ന ചില പൊതുവായ ബൈബിൾ തത്വങ്ങൾ ഇതാ. കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണം. എഫെസ്യർ 6:1-2. പ്രായപൂർത്തിയാകാത്ത ഒരാൾ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ ലംഘിച്ച് ടാറ്റു കുത്തുന്നത് ബൈബിൾപരമായി പിന്തുണയ്ക്കുന്നില്ല. മത്സരത്തിൽ നിന്ന് ജനിച്ച ടാറ്റുകൾ പാപകരമാണ്.